ഹലോ ഗേയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നിങ്ങളൊരു കിടിലൻ കാഴ്ച കാണിക്കാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവരും കാണുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നും ഉദുമൽപേട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ്. പൊള്ളാച്ചി ഉദുമൽപേട്ട ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ്. നിങ്ങളെ ഞാൻ ഒരു മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എല്ലാവരും കാണുക. കാറ്റാടിപ്പാടം എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കാണാത്തവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. കൃഷിയിടങ്ങൾക്കിടയിലുള്ള കാറ്റാടിപ്പാടമാണ് നിങ്ങൾ കാണുന്നത്. നല്ല കാറ്റുള്ള പ്രദേശത്തായിരിക്കുമല്ലോ കാറ്റാടികൾ വെക്കുന്നത്. ഇവിടെ നല്ല കാറ്റുള്ളൊരു പ്രദേശമാണ്. എല്ലാ കാറ്റാടികളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണുക. നമ്മുടെ അമ്പാൻ ലോങ്ങി കിടപ്പുണ്ട്. നമുക്ക് തമിഴ്നാട് പെർമിറ്റ് കിട്ടിയതിന് ശേഷം രണ്ടാമത്തെ ഓട്ടമാണ്. ആദ്യത്തെ ഓട്ടം നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് അവിനാശി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിനാശി എന്ന് പറയുമ്പോൾ പാലക്കാട്, കോയമ്പത്തൂരിൽ നിന്ന് തിരുപ്പൂർ വന്നിട്ടാണ് അവിനാശിക്ക് പോകേണ്ടത്. നമ്മൾ അവിനാശി വന്നപ്പോൾ നല്ല മഴയായിരുന്നു, കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അത് കാരണം അവിനാശിയിലെ വിശേഷങ്ങളൊന്നും നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റിയില്ല. വിറക് കൊണ്ടായിരുന്നു നമ്മൾ പെരുമ്പാവൂരിൽ വിറക് എടുത്തുകൊണ്ടാണ് നമ്മൾ അവിനാശിക്ക് വന്നത്. അവിനാശി ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പെരുന്തുറയ്ക്ക് പോയി. പെരുന്തുറയ്ക്ക് കാലി പോയിട്ട് പെരുന്തുറയിൽ നിന്നാണ് അടുത്ത ലോഡ് എടുത്ത് നമ്മളിപ്പം ഉദുമൽപേട്ടിന് പോകാനായിട്ട് ഇറങ്ങിയത്. ഇത് നമ്മുടെ ടൈറ്റ് ലോഡാണ്. ഇത് വേസ്റ്റ് പേപ്പർ, ബുക്സ് അങ്ങനെയുള്ള ഐറ്റംസാണ്. നമുക്കിനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. ഫുൾ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞാൽ ഫുൾ കാറ്റാടിപ്പാടം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാറ്റാടിപ്പാടം കാണുന്നത്. കാറ്റാടിപ്പാടം പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ലോഡ് കാറ്റാടിപ്പാടം ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കുറച്ച് ഗ്യാപ്പ് വന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അതിൻ്റെ മുഖ്യ കാരണം മഴയായിരുന്നു. കേരളത്തിലെ പോലെ തന്നെ കോയമ്പത്തൂർ, അതുപോലെ തന്നെ അവിനാശി, തിരുപ്പൂരൊക്കെ നല്ല മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടാണ് ഒന്ന് തെളിഞ്ഞു നിന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും എന്നോടൊപ്പം സഞ്ചരിക്കുക, എൻ്റെ കൂടെ ഉണ്ടാകുക. ഓക്കേ. ഈ വഴി അറിയാത്തവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് നമ്മളെ സ്വാഗതം ചെയ്യുന്നൊരു ബോർഡാണ്. നമുക്ക് ഈ പൊള്ളാച്ചിക്ക് അടുത്ത് തന്നെയാണ് പറമ്പിക്കുളം, കേരളത്തിലുള്ള പറമ്പിക്കുളം. ആ പറമ്പിക്കുളത്തേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് വഴിയെ, പൊള്ളാച്ചി വഴിയെ കയറാൻ പറ്റൂ. കേരളത്തിൽ കൂടെ നമ്മുടെ കേരളത്തിലെ പ്രദേശമായ പറമ്പിക്കുളത്തേക്ക് കയറാൻ വഴിയില്ല. അതുപോലെ തന്നെ
അണ്ണാമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ടൈഗറിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ടൈഗർ ബിസ്ക്കറ്റെങ്കിലും കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഉദുമൽപേട്ടിന്ന് റൈറ്റാണ് കയറിയിരിക്കുന്നത്. മൂന്നാർ റോഡാണ്. 88 കിലോമീറ്ററാണ് മൂന്നാർ റോഡ്. പിന്നെ ഇവിടെ ഒരു തിരുമൂർത്തി ഹിൽസ് ഉണ്ട് 12 കിലോമീറ്റർ. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈ റോഡിലാണ്. ഇവിടുന്ന് ഒരു 11 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഇറക്കേണ്ട വിശ്വാസ് പേപ്പർ മിൽസ് നമുക്ക് കിട്ടും. ഇത് മലയടിവാരം, ആ അടിവാരത്തു കൂടിയുള്ള റോഡാണ്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഉയരത്തിലുള്ള മലകൾ കാണാം. എനിക്ക് തോന്നുന്നു അത് മൂന്നാറിൻ്റെ ഭാഗമാവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഫോറസ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫോറസ്റ്റ് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ ഏതെങ്കിലും വഴികളിൽ ഫോറസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പകർത്തുന്നതായിരിക്കും. അങ്ങനെ ഓടി ഓടി നമ്മൾ വിശ്വാസ് പേപ്പർ ബോട്ട്സിലെത്തി. ഇത് മൂന്നാർ റോഡിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. പേപ്പർ മില്ലാണ്. ഇവിടെയാണ് നമ്മുടെ ബുക്കിൻ്റെയും അതുപോലെ തന്നെ പേപ്പറിൻ്റെയൊക്കെ വേസ്റ്റ് വന്നിട്ട് അരച്ച് റീസൈക്കിൾ ചെയ്ത് വീണ്ടും പേപ്പറൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മനോഹരമായ തെങ്ങിൻ തോപ്പുകളാണ്. പണ്ടൊക്കെ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ തെങ്ങ്. ഇന്നിപ്പോൾ തെങ്ങും തെങ്ങ് കൃഷിയുമൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കുമളിയിൽ നിന്ന് വിട്ട് കമ്പം, തേനി, പിന്നെ അങ്ങോട്ട് ഏകദേശം തിരുപ്പൂര്, അതുപോലെ തന്നെ പൊള്ളാച്ചി, ഈ മേഖലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നാണ് ന്യായമായിട്ട് കരിക്കുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടം പോലെ കയറി വരുന്നത്. അതുപോലെ പച്ചക്കറി, പൊള്ളാച്ചിയിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ച് ചിലപ്പം പച്ചക്കറി ആവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇവിടുന്ന് വളവോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും അടുത്ത ലോഡ്. ഏതായാലും വളരെ മനോഹരമായ, അങ്ങ് ദൂരെ കാണുന്നത് മലയാണ്, മാമലകളാണ്. ഇത് മലയടിവാരം എന്ന് പറയാം. മലയടിവാരത്തിലുള്ള റോഡാണ്. വളരെ മനോഹരമായ തമിഴ്നാട്ടിലെ വളരെ മനോഹരമായ സ്ഥലം. Get on my head. 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 Get on my head.